എല്ലാവരുടെയും ഫിനിഷ് ആയോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയട്ടെ? ഓക്കെ അല്ലേ? ആർക്കും ഇല്ലല്ലോ ഇനി കഴിയാൻ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേൾക്കുന്നില്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? അപ്പോ ഈസി എക്സാം ആയിരുന്നോ? അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ? പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന. അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the star appear shifted from their actual position due to phenomenon of. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാ സ്റ്റാർ നമ്മള് അപ്പാരന്റ് പൊസിഷനിൽ കാണുന്നത്? ആൻസർ വേണമെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്യും. നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ. വെരി ഗുഡ്. ആരാദ്യം പറഞ്ഞ? ശാലിൻ അല്ലെ? വിശാൽ, ഇന്ദ്ര എല്ലാരും പറഞ്ഞിട്ടുണ്ട്. രാജലക്ഷ്മി. അപ്പോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണമാണ് നമ്മൾ സ്റ്റാറിന്റെ പൊസിഷൻ അല്ലെ ചേഞ്ച് ചെയ്ത് കാണുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പെട്ടെന്ന് ഒരു നിമിഷത്തെ കൺഫ്യൂഷനിൽ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ ചിലപ്പോൾ അടുത്തടുത്ത് കിടക്കുന്നുണ്ടാവും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ മൈൻഡ് ആയിരിക്കില്ലല്ലോ. അപ്പോഴത്തെ ആ ഹറിബറിയില് കുട്ടികളെ റിഫ്ലക്ഷന്റെ അവിടെ കയറി ആൻസർ അടിക്കരുത്. ഓക്കെ, ഓപ്ഷൻ കറക്റ്റ് റിഫ്രാക്ഷൻ തന്നെയല്ലേ നോക്കുക. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സ്പെല്ലിംഗില. അപ്പോഴത്തെ നമ്മുടെ ഹറിബറിയില് തെറ്റിപ്പോകാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതെല്ലാവർക്കും കിട്ടിയല്ലോ ആ ഒരു 1 മാർക്ക്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ്. അഗെയിൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ? വെരി ഗുഡ് യദുശ്രീ. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ബ്ലൂ കളർ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാരണമാണ്. തെറ്റിച്ചെങ്കിൽ അവിടെ 1 മാർക്ക് ഇടണ്ട, അതർവൈസ് 1 മാർക്ക്. ഓക്കെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തവർക്ക് 1 മാർക്ക്. ഓക്കെ ആണോ? ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി why is red color selected for danger signal lights? എന്തുകൊണ്ടാ? റെഡ് കളറിന് വേവ് ലെങ്ത് കൂടുതലാണ്, ഫ്രീക്വൻസി കുറവാണ്, സ്കാറ്ററിംഗ് കുറവാണ്. അതാണ് മെയിൻ പോയിന്റ് അല്ലെ? റെഡ് ലൈറ്റിന് സ്കാറ്ററിംഗ് കുറവാണ്, അധികം സ്കാറ്റർ ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും. നമുക്ക് റെഡ് കളർ പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ? പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും. സ്കാറ്ററിംഗ് കുറവാണ്, സോ വിസിബിലിറ്റി ബ്രൈറ്റനിങ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡേഞ്ചർ സിഗ്നൽസിൽ റെഡ് ഉപയോഗിക്കുന്നത്. അവരുടെ ആൻസർ കറക്റ്റ്. ആ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ട് വിസിബിൾ ആവും, അല്ലെങ്കിൽ ബ്രൈറ്റൻഡ് ആയിട്ട് കാണും എന്നുള്ള ഈ ഒരു 2 പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് 2 മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ ആണോ? ഇനി വേവ് ലെങ്ത് കൂടുതലാണ് എന്നുള്ളതും കൂടി ആ ആൻസറിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. സ്കാറ്ററിംഗ് വേവ് ലെങ്ത് കൂടുതലാണ്, സ്കാറ്ററിംഗ് കുറവാണ്. അങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത് കുറവായതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ ആ ആൻസറിൽ വേണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് 2 മാർക്സ് കിട്ടും. ഇനിയുള്ളത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ സ്പെക്ട്രം? Why do different colored rays deviate differently on passing through a glass prism? സ്പെക്ട്രം എന്താ? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യൂ പെട്ടെന്ന്. നിങ്ങളുടെ ഷോർട്ട് ആൻസേഴ്സ് മതി. നിങ്ങളുടെ ആൻസേഴ്സ് കിട്ടാൻ. ബാൻഡ് ഓഫ് 7 കളേഴ്സ് ഫോംഡ് ഡ്യൂ ടു ഡിസ്പെർഷൻ അല്ലെ? വൈറ്റ് ലൈറ്റ് ഡിസ്പെർഷൻ നടന്ന് അതിന്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 7 കമ്പോണൻസ് അല്ലേ വൈറ്റ് ലൈറ്റിനുള്ളേ? ആ 7 കമ്പോണൻസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബാൻഡ് ഓഫ് 7 കളേഴ്സ് ഫോം ചെയ്യും. ആ ബാൻഡ് ഓഫ് 7 കളേഴ്സ് ആണ് എന്ത്? സ്പെക്ട്രം. ഓക്കെ, അപ്പൊ ഇത്രയും വരണം. വൈറ്റ് ലൈറ്റ് ഡിസ്പെർഷൻ നടന്ന് അതിന്റെ കോൺസ്റ്റുവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു 7 കളേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്.
ആ ബാൻഡ് ഓഫ് 7 കളേഴ്സ് ആണ് സ്പെക്ട്രം. പിന്നെന്താ അതിൽ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ, വൈ ഡു ഡിഫറെന്റ് കളേർഡ് റേസ് ഡീവിയേറ്റ് ഡിഫറെന്റ്ലി? എന്തുകൊണ്ടാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, അവരുടെ ആംഗിൾ ഓഫ് ഡീവിയേഷനും ഡിഫറെന്റ് ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിഫറെന്റ് ആവുന്നത്, അതുകൊണ്ടാണ് ബെൻഡിങ് ഡിഫറെന്റ് ആവുന്നത്. ആ ഒരു പോയിന്റ്. അപ്പോ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ. സ്പെക്ട്രം എന്താന്ന് എഴുതുമ്പോൾ 1.5. അതുപോലെ തന്നെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും, അതുകൊണ്ട് ഡിഫറെന്റ് കളേഴ്സും ബെൻഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ആ ഒരു പോയിന്റ് എഴുതുമ്പോൾ അഗൈൻ 1.5. അങ്ങനെ ക്വസ്റ്റ്യന് 2 പാർട്സ് അല്ലേ ഉള്ളത്, ഓരോ പാർട്ടും 1.5 ടോട്ടൽ 3 മാർക്സ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അല്ലെ, ഇന്ന് എവിടെയും മിസ് ആവാനില്ല നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, അഗൈൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. The sky appears dark instead of blue to an astronaut. State its reason. എന്തായിരിക്കും ഒരു ആസ്ട്രോനോട്ട്, അതായത് സ്പേസിൽ നിന്നിട്ട് ഒരാള്, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്, സ്കൈ. ഓക്കെ, ഇപ്പൊ സ്കൈ ഒബ്സർവ് ചെയ്യുമ്പോ നമ്മൾ സ്കൈ കാണുന്നത് ബ്ലൂ കളറിലാണ് അല്ലെ, പക്ഷെ ആസ്ട്രോനോട്ട് സ്പേസിൽ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആള് കാണുന്നത് ഡാർക്ക് ആയിട്ടായിരിക്കും. കാരണം എന്താണ്? നോ അറ്റ്മോസ്ഫിയർ. വെരി ഗുഡ്. അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, അതുകൊണ്ട് തന്നെ ഡിസ്പേർഷനോ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റോ നടക്കുന്നില്ല. അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലല്ലേ ഡിസ്പേർഷൻ നടക്കുകയുള്ളൂ, ഡിസ്പേർഷൻ നടന്നാലല്ലേ ലൈറ്റ് സ്പ്ലിറ്റ് ആവുള്ളൂ. അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആയാലല്ലേ അതിന് ഈ ബ്ലൂ കളറൊക്കെ സ്കാറ്റർ ചെയ്ത് പോയിട്ട് നമ്മൾ സ്കൈ ബ്ലൂ കാണുന്നത്. അറ്റ്മോസ്ഫിയർ ഇല്ല, ഡിസ്പേർഷൻ ഇല്ല, സോ സ്കാറ്ററിംഗ് നടക്കുന്നില്ല. സോ അവിടെ ബ്ലൂ കളർ ഐസിൽ വന്ന് അല്ലെ, ആ ആസ്ട്രോനോട്ട് ബ്ലൂ കളർ സ്കാറ്റർ ചെയ്ത് വരുന്നത് അയാളുടെ ഐസ് റിസീവ് ചെയ്യുന്നില്ല. സോ ഹി കാൻ സീ ദ സ്കൈ ബ്ലൂ. പുള്ളി കാണുന്നത് എന്തായിരിക്കും? ഡാർക്ക്നെസ് ആയിരിക്കും അല്ലെ, ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയവർക്ക് അഗൈൻ 3 മാർക്സ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എഴുതുമ്പോൾ ഒരിത്തിരി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതണം. കാര്യം നമ്മൾ ചിലപ്പോ ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും കാര്യം, പക്ഷെ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് വെറും 2 സെന്റൻസ് കാണുമ്പോ 5 മാർക്ക് അങ്ങോട്ട് ഇടാൻ തോന്നില്ല, 2 സെന്റൻസ് അല്ലേ ഉള്ളൂ. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നത് ഒന്ന് ഇലോബറേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും മാർക്കിനനുസരിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ 1 വേർഡ് എഴുതിയാലും മാർക്ക് കിട്ടും, മാക്സിമം 1 സെന്റൻസ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതൊരു 2 സെന്റൻസിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കാം. 3 മാർക്ക് ആവുമ്പോൾ ചിലത് നമുക്ക് 2 സെന്റൻസിൽ തന്നെ ഒതുക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ. 5 മാർക്ക് പക്ഷെ ഒരു പാരഗ്രാഫിനുള്ള കാര്യങ്ങൾ കാണാം 5 മാർക്സ് ആവുമ്പോൾ. ഓക്കെ, മാർക്കിനനുസരിച്ച് ഇലാബറേറ്റ് ചെയ്താൽ പറ്റണം. നമുക്ക് കാര്യങ്ങൾ അറിയായിരിക്കും, അതൊന്ന് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതണം മാത്രം. അപ്പൊ നോക്കാം, വാട്ട് ഈസ് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്? നമുക്കറിയാം അല്ലെ, ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് എന്താ? ഇവിടെ രാജലക്ഷ്മി ഡീറ്റെയിൽഡ് ആൻസർ വന്നല്ലോ. സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു 7 കളേഴ്സ് ഓൺ പാസിംഗ് ത്രൂ ഗ്ലാസ് പ്രിസം അല്ലെ. ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് ലൈറ്റ് 7 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് എന്ത്? ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ നടക്കുമ്പോ ആ 7 കളേഴ്സ് ഫോം ചെയ്യുന്ന വിബ്ജിയോറിന്റെ കാര്യം കൂടി ഒന്ന് പറയാം. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ മാക്സിമം പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഡിസ്പേർഷൻ പറയാ. ഇനി ഗ്ലാസ് പ്രിസത്തിൽ മാത്രമല്ലല്ലോ ഡിസ്പേർഷൻ നടക്കുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നില്ലേ, അപ്പൊ അതും കൂടി പറയാം. ഓക്കെ, അവിടെ പ്രിസമായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെ. അപ്പൊ അതും കൂടി ഒന്ന് പറയാം. ഓക്കെ, ഡിസ്പേർഷൻ എന്താന്ന് ജസ്റ്റ് പറയാം. എക്സാമ്പിൾ ആയിട്ട് റെയിൻബോ പറയാ. റെയിൻബോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്, അതായത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നതാണ്. അപ്പൊ അവിടെ പ്രിസമായിട്ട് ആക്ട് ചെയ്യുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ് അല്ലെ. പിന്നെ ആ വിബ്ജിയോറിന്റെ കാര്യം കൂടി ഒന്ന് പറയാം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് എന്താ? വാട്ട് ഈസ് ദ കോസ് ഓഫ് സച്ച് ഡിസ്പേർഷൻ? എന്താ? ഒരു മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലെ. 7 കമ്പോണൻസ് ഇല്ലേ, ഓരോ കമ്പോണന്റിനും ഈ മീഡിയം ഓഫർ ചെയ്യുന്നത് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഡീവിയേറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നത്, 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത് അല്ലെ. ഇനി ഡ്രോ എ ഡയഗ്രാം ടു ഷോ ദ ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്. സിമ്പിൾ അല്ലേ? ഒരു പ്രിസം വരച്ച് കാണിക്കുക. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രിസം മതി. ക്വസ്റ്റ്യനിൽ റീകോമ്പിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ 2 പ്രിസം വെക്കണം അല്ലെ, ഒന്ന് ഇൻവേഴ്സ് ആയിട്ട്. ഈസി അല്ലേ?
ഈ റീകോമ്പിനേഷൻ ആരാ കണ്ടുപിടിച്ചേ? ഈ ക്വസ്റ്റ്യനിൽ അത് വേണ്ട, പക്ഷെ റീകോമ്പിനേഷൻ ആണ് ക്വസ്റ്റ്യനിൽ വന്നിരുന്നതെങ്കിൽ അതും ചോദിക്കാറുണ്ട് 5 മാർക്ക് ക്വസ്റ്റ്യന്. അങ്ങനെയാണെങ്കിൽ വന്നു, ന്യൂട്ടന്റെ പേരും കൂടി അവിടെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, കോമ്പിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും മതി. ഡിസ്പേർഷന്റെ കാര്യവും പ്രിസവും ആ 7 ലൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതും, എന്നിട്ട് ആ വിബ്ജിയോർ എന്നുള്ളത് ഇങ്ങനെ ഓർഡറിൽ എഴുതുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കളർ പെൻ ഒക്കെ ഉണ്ടെങ്കിൽ CBSE എക്സാംസിന് കളർ പെൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ആ വിബ്ജിയോർ എന്നുള്ളത് എല്ലാ കളേഴ്സും അല്ല, വയലറ്റും റെഡ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ആ വിയും ആറും മാത്രം ആ കളർ പെൻ ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും ആൻസർ ഷീറ്റ് അല്ലെ. റെഡ് കളർ യൂസ് ചെയ്യുന്നത് മേ ബി ശരിയാവില്ല അല്ലെ. അപ്പൊ വേണ്ട, റിസ്ക് എടുക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ നോർമൽ പെൻ യൂസ് ചെയ്ത് തന്നെ മതി. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റിന്റെ നെക്സ്റ്റ് ഇത്രയും പോർഷനേ ഉള്ളൂ. അപ്പോൾ ഡിസ്പേർഷൻ എന്താന്ന് എഴുതുന്നതിന് 2 മാർക്സ് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡിസ്പേർഷന്റെ റീസൺ, ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നത്. ആ ഒരു റീസൺ എഴുതുമ്പോൾ അഗൈൻ 1 മാർക്ക് കൊടുക്കാം. അപ്പൊ 3 മാർക്ക് ആയില്ലേ. ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരക്കുന്നതിന് 2 മാർക്സ് കൊടുക്കാം. അപ്പൊ ടോട്ടൽ 5 മാർക്സ്. ഓക്കെ, ഡിസ്പേർഷന്റെ ഡെഫിനിഷൻ 2 മാർക്സ്, കോസ് ഓഫ് ഡിസ്പേർഷൻ 1 മാർക്ക്. ഓക്കെ, 3. പിന്നെ ഡയഗ്രത്തിന് 2 മാർക്സ്. ഡയഗ്രാം എന്ന് പറയുമ്പോൾ പ്രിസം വേണം, അതിൽ വൈറ്റ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് കാണിക്കണം. അത് കഴിഞ്ഞ് സ്പ്ലിറ്റ് ആയി 7 കളേഴ്സ് ഔട്ട്സൈഡ് വരുന്നതും ആ 7 കളേഴ്സ് വിബ്ജിയോർന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് വിയും ആറെങ്കിലും മാർക്ക് ചെയ്യാം, ഉള്ളിൽ ഡോട്ട്സ് ഇട്ടാൽ മതി. ഓക്കെ ആണോ? അപ്പൊ 5 മാർക്സ് കിട്ടും. എനിക്ക് പെട്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാവരും കറക്റ്റ് ആയിട്ട് മാർക്സ് ദീപിക മാമിന് സെൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ നെയിമും മാർക്സും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് ദീപിക മാമിന് സെൻഡ് ചെയ്യണം. വെരി ഗുഡ് സ്വര, 15 ഔട്ട് ഓഫ് 15, വെരി ഗുഡ്. പിന്നെ എല്ലാവരും പെട്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് നിങ്ങളുടെ മാർക്ക് അറിയാൻ എനിക്ക് ആകാംക്ഷയും. ഗോപിക 15, അരവിന്ദ് 15, ശാലിൻ പെൻസി 15. അപ്പോ എല്ലാവർക്കും ഈ 15 കിട്ടിയതിന്റെ മീനിങ് ബോർഡ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം അല്ലെ. ഈസി അല്ലേ? ഇതൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അവിടെയും വരാനുള്ളൂ. ഇതുപോലെ തന്നെ അവിടെയും ആൻസർ ചെയ്യാം, ഇതുപോലെ ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, 15 രാജലക്ഷ്മി, സോന, സ്റ്റീഫൻ, എഹ്സാൻ. ഓക്കെ, എല്ലാവർക്കും 15. ലാസ്റ്റ് ക്വസ്റ്റ്യൻ റെയിൻബോ മെൻഷൻ ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലും ഓക്കെ 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, റെയിൻബോ നമുക്ക് മെൻഷൻ ചെയ്യാം. അതായത് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ചോദിക്കുമ്പോൾ ഡിസ്പേർഷൻ പറഞ്ഞിട്ട് എക്സാമ്പിളില് റെയിൻബോ പറയാം. അതൊരു നാച്ചുറൽ ഫിനോമിനൻ ആണെന്നും കൂടി സ്പെസിഫൈ ചെയ്യാം. ഡിസ്പേർഷന്റെ ക്വസ്റ്റ്യൻ വന്നാൽ 3 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ആണെങ്കിൽ റെയിൻബോയുടെ കാര്യം കൂടി എഴുതിക്കോ. 2 മാർക്ക് ആണെങ്കിൽ വേണ്ട, അവിടെ ഡെഫിനിഷൻ മാത്രം മതി. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റെയിൻബോ എക്സാമ്പിൾ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കഴിയുന്നതും ആ വാട്ടർ ഡ്രോപ്ലെറ്റ് പ്രിസം ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് പറയാം. ഓക്കെ, 5 മാർക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുന്ന ആളത് 4ഉം 4.5 ഒക്കെ ആക്കിക്കളയും. നമുക്ക് അവിടെ ഒന്നും മിസ് ആവരുതെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്സും നമ്മളിന്ന് മിസ് ആവരുത്, എല്ലാം വേണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നീറ്റ് ആയിട്ടൊന്ന് പെൻസിലും സ്കെയിലൊക്കെ വെച്ചൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ലെസൺ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെയാ ലൈറ്റ്. ഓക്കെ, നമ്മൾ പലതരത്തില് പല കാര്യങ്ങൾ കാണുന്നത് പറഞ്ഞു. ഇതൊക്കെ കാണുന്നത് എന്തിന്റെ പ്രസൻസിലാ? ലൈറ്റിന്റെ പ്രസൻസിലാണ് അല്ലെ. അപ്പൊ ആ ലൈറ്റിനെ കുറിച്ച് പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ലെക്ചർ നോട്ടൊക്കെ എഴുതാൻ. സ്വര, സ്നാക്സ് കഴിക്കുന്നതിലാണ് ശ്രദ്ധ അല്ലെ. ഞാൻ വെറുതെ ചോദിച്ചതാണ്. ഓക്കെ, ശ്രദ്ധിക്കേട്ടോ, ശ്രദ്ധിക്ക്. നമുക്ക് തുടങ്ങിയാലോ? ലെക്ചർ നോട്ടും പെന്നും എല്ലാം റെഡി അല്ലേ? ലൈറ്റ് ചാപ്റ്റർ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇമേജ് ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലെ. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ 9th പഠിച്ചതിന്റെ കണ്ടിന്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഇമേജ് ഫോർമേഷൻ, അതിന്റെ റൂൾസ്, സൈൻ കൺവെൻഷൻ, ഇതൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ലെങ്തി ആയിട്ട് തോന്നും, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആ ലെങ്ത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ സിമ്പിൾ ആണ് അല്ലെ. കോൺകേവ് മിറർ, കോൺകേവ് ലെൻസ്, അതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ
മിറർ പഠിച്ചു കഴിഞ്ഞാൽ ലെൻസ് പഠിക്കാൻ ഈസി അല്ലേ? സൈൻ കൺവെൻഷൻ മിററിന്റെ പഠിച്ചു കഴിഞ്ഞാൽ ലെൻസിന്റെ സൈൻ കൺവെൻഷൻ ഈസി അല്ലേ? ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? മിറർ ഫോർമുല പഠിച്ചാല് സൈൻ ചേഞ്ച് വരുന്നേ ഉള്ളൂ ലെൻസ് ഫോർമുലയില് അല്ലെ? അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്തു ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും എടുത്തു. കോൺകേവ് ആണ് പൊതുവെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. കാരണം എന്താ? കോൺകേവിനാണ് ഡിഫറെന്റ് പൊസിഷൻസ് ഉള്ളതും അതാണ് എക്സാമിന് ചോദിക്കുന്നത്. കോൺകേവ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺവെക്സ് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. അതുപോലെ തന്നെയാണ് ലെൻസും. മിറർ പഠിച്ചു കഴിഞ്ഞാൽ ബൈ കമ്പാരിസൺ നമുക്ക് പറയാം. കുറെ കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. ബൈ ഹാർട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലൈറ്റ്? അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഡിഫൈൻ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി അല്ലെ? ആ എനർജി നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഇനേബിൾസ് us to see things around us അല്ലെ? ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണ്. ഈ ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ, വിസിബിൾ ആവുള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും മതി. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. ലൈറ്റിന്റെ പ്രസൻസിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്? അതായത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, സൺ ആയിക്കോട്ടെ ടോർച്ച് ആയിക്കോട്ടെ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ലൈറ്റ് ഒബ്ജക്ട്സിൽ വന്ന് ഫോൾ ചെയ്യും. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഒബ്ജക്റ്റിന്റെ സർഫസ് ലൈറ്റിനെ ബൗൺസ് ചെയ്യും. ഈ ബൗൺസ് ചെയ്യുന്നത് നമ്മളുടെ ഐസ് റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ അല്ലെ സെക്കൻഡുകൾക്കകം നമ്മളുടെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്യുന്നു. ഇന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് എന്ന് നമ്മളുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ വി സീ ഇറ്റ് അല്ലെ? ഇത്രയേ ഉള്ളൂ. സോഴ്സിൽ നിന്ന് ലൈറ്റ് ഒബ്ജക്റ്റിൽ ഫോളോ ചെയ്യും. ഒബ്ജക്റ്റിന്റെ സർഫസ് ലൈറ്റിനെ ബൗൺസ് ചെയ്യും. അത് നമ്മളുടെ ഐസ് റിസീവ് ചെയ്യും. നമ്മളുടെ ഐസ് റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നു. വി ഐഡന്റിഫൈ ദ തിങ്, സോ വി സീ ദ തിങ്. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും മതി. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഇനേബിൾസ് us to see things. If it is 2 മാർക്ക് ക്വസ്റ്റ്യൻ, you add this point. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇവിടെ ആഡ് ചെയ്യുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റെഡിയാണോ? ഇനി ലൈറ്റിന് ആക്ച്വലി ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. റേ ആയിട്ടും വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ഒക്കെ. പക്ഷെ നമ്മള് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ലൈറ്റിന് റേ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ലൈറ്റ് റേ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞു വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ലൈറ്റിനെ നമ്മൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യും, പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ നമ്മൾ ലൈറ്റിനെ റേസ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഒരു ഒബ്ജക്റ്റിലെ ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുമ്പോൾ അവിടെ 3 തരത്തില് കാര്യങ്ങൾ നടക്കാം. അതായത് ആ ഒബ്ജക്റ്റ് ചിലപ്പോ ഈ ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോ അബ്സോർപ്ഷൻ നമുക്ക് പഠിക്കാനില്ല, അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഒരു ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ വന്ന് ഫോളോ ചെയ്യുമ്പോൾ അവിടെ 3 ടൈപ്സ് ഓഫ് കാര്യങ്ങളാണ് നടക്കുക. ഒന്ന് അബ്സോർപ്ഷൻ. സെക്കൻഡ് വൺ, ഈ വന്ന് വീഴുന്ന ലൈറ്റിനെ എന്ത് ചെയ്യും? തിരിച്ച് ബൗൺസ് ചെയ്യും. അതാണ് എന്ത്? റിഫ്ലക്ഷൻ. ചിലപ്പോ ഈ സർഫസിൽ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ബൗൺസ് ചെയ്യുന്നതിന് പകരം എന്ത് ഒബ്ജക്റ്റിലാണോ ലൈറ്റ് വന്ന് ഫോളോ ചെയ്തേ ആ ഒബ്ജക്റ്റിൽ കൂടി ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ആ പാസ് ചെയ്ത് പോകുമ്പോ എന്ത് പറ്റും? ബെൻഡിങ് ഉണ്ടാവും. അതാണ് എന്ത്? റിഫ്രാക്ഷൻ. ഓക്കെ, so when light falls on an object, if the object bounce back the light, that process is reflection. ഒരു ഒബ്ജക്റ്റ് ഓക്കെ, റിഫ്ലക്ഷൻ എപ്പോഴും നടക്കുക നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല മിനുസമുള്ള സർഫസിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലെയിൻ മിറർ അല്ലെ? നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ മിറർ പോലെയുള്ള സർഫസ് ആണ് എപ്പോഴും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാം. അപ്പോഴും വന്ന് വീഴുന്ന എല്ലാ ലൈറ്റിനെയും അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. some amount of light energy is absorbed. കുറച്ച് അത് അബ്സോർബ് ചെയ്യും, പക്ഷെ ബാക്കി റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിൽ ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുന്നു. ആ ലൈറ്റിനെ ഒബ്ജക്റ്റിന്റെ സർഫസ് ബൗൺസ് ബാക്ക്.
അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എപ്പോഴും പോളിഷ്ഡ് സർഫസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പ്ലെയിൻ മിറർ. ഇനി റിഫ്ലക്ഷൻ പറയുമ്പോൾ ഇതാണ് റിഫ്ലക്ഷന്റെ ഡെഫിനിഷൻ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും മതി. പക്ഷെ ചിലപ്പോ അതിൽ കൂടി ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും. എന്താ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമുക്കൊരു ഡയഗ്രാം വെച്ച് പറയാം. ഇത് ജസ്റ്റ് ഒരു കാണുന്നുണ്ടോ? എല്ലാവർക്കും ഇമേജ് കാണുന്നുണ്ടോ? ഇതൊരു പ്ലെയിൻ മിറർ. ഓക്കെ, ഈ പ്ലെയിൻ മിററിൽ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഈ ഫസ്റ്റ് വരച്ചിരിക്കുന്നതാണ് ലൈറ്റ് റേ. ഇത് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഏത് ഒബ്ജക്റ്റ് ആണോ എടുത്തിരിക്കുന്നത്, ഓക്കെ നമ്മളിവിടെ പ്ലെയിൻ മിറർ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ മിററിന്റെ ഒരു പോയിന്റിൽ വന്ന് ഈ റേ ടച്ച് ചെയ്യുന്നില്ലേ, ആ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 90 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ അപ്വേർഡ്സ് വരക്കും. അതാണ് എന്ത്? നോർമൽ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും ഒന്നും ആണെങ്കിൽ ഇത് പറയണ്ട. പക്ഷെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുട്ടികളെ ജസ്റ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ 2 ലോസും എഴുതി ഈ ഡയഗ്രാം എഴുതി വെച്ചാൽ പോരാ, നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. 5 മാർക്ക് ക്വസ്റ്റ്യനിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസിഡന്റ് റേനെ കുറിച്ചും നോർമലിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് പ്ലെയിൻ മിററിൽ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യും. ആ ഇൻസിഡന്റ് ചെയ്യുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി എബവ് വരും. അതാണ് എന്ത്? നോർമൽ. ഈ നോർമലിൽ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ 2 ആംഗിൾ വരുന്നില്ലേ? ആംഗിൾ 1 ആംഗിൾ 2. ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസിഡന്റ് ആംഗിളും നോർമലും തമ്മിലുള്ള ആംഗിൾ അല്ലേ? ആ ആംഗിളിന് ഒരു പേര് പറയും. യെസ്, ഇവിടെ 2 ലോസും ഫുൾ എഴുതി കഴിഞ്ഞു സ്വര. വെരി ഗുഡ്. അപ്പോ ഈ ആംഗിൾ 1 ഒരു പേര് പറയും. എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നോർമലും റിഫ്ലക്റ്റഡ് റേയും അവരൊരു ആംഗിൾ ഫോം ചെയ്യുന്നില്ലേ? ആ ആംഗിളിന്റെ നെയിം എന്താ? ആൻസർ വരട്ടെ പെട്ടെന്ന്. യെസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടാ, ഈക്വൽ ആയിരിക്കും, എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇൻസിഡന്റ് ആംഗിൾ എത്ര ഉണ്ടോ അത്ര ഡിഗ്രി തന്നെ ആയിരിക്കും എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. ഓക്കെ, അപ്പോ ആംഗിൾ ഫസ്റ്റ് ലോ അത്രേ ഉള്ളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് will be equal to angle of reflection. അതായത് ഇവിടെ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഇൻസിഡന്റ് ആംഗിളും നോർമലും തമ്മിൽ എത്ര ആംഗിൾ ആണോ അത്രയും ആംഗിൾ തന്നെയായിരിക്കും ഇൻസിഡന്റ് ആംഗിളും നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ. ഓക്കെ, 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ ഇത്രയും ഒന്നും നീട്ടി പരത്തി പറയണ്ട. 5 മാർക്കിലാണെങ്കിൽ ഇതൊക്കെ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. 5 മാർക്ക് ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് മാക്സിമം പോയിന്റ്സ് കയറ്റണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട്, കാരണം ഇതിന്റെ ഉള്ളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ നമ്മൾ എഴുതുമ്പോൾ വളരെ ചെറുതാക്കി എഴുതേണ്ടി വരും. അത് ആൻസർ ഷീറ്റിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ എഴുതുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യാം? ഒന്നുകിൽ ആംഗിൾ 1 ആംഗിൾ 2 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ θ1 θ2 എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ എഴുതിയാൽ മതി θ1 equal to angle of incidence, θ2 equal to angle of reflection. അങ്ങനെ നിങ്ങൾ താഴെ എഴുതിയാൽ മതി. അതായിരിക്കും ആൻസർ ഷീറ്റിൽ കുറച്ചും കൂടി ഭംഗി. ഓക്കെ, കറക്റ്റ് ചെയ്യുന്ന ആളെ നമുക്ക് അങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോഴും അങ്ങനെ മെൻഷൻ ചെയ്താൽ മതി. പിന്നെന്താ പറയുന്നത് ലോയില്? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ ഇൻസിഡന്റ് ആംഗിളും ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് റേയും എന്തായിരിക്കും? they will be lying on the same plane. അത് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് പറയാം അല്ലെ? ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും മതി. റിഫ്ലക്ഷന്റെ ഡെഫിനിഷൻ, ലോസ്, ഡയഗ്രാം കൂടി വരച്ചാൽ നന്ന്. പക്ഷെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഡയഗ്രാം വേണം. ഓക്കെ, ഡയഗ്രാം സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു എന്നൊന്നും വരില്ല. ജസ്റ്റ് റിഫ്ലക്ഷന്റെ ലോസ് എഴുതി വെച്ച് പോരരുത്. ഡയഗ്രാം വരക്കണം, 2 ലോസ് എഴുതണം, റിഫ്ലക്ഷന്റെ ഡെഫിനിഷൻ എഴുതണം. ഇനി ഡെഫിനിഷൻ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിലും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിഫ്ലക്ഷന്റെ ഡെഫിനിഷൻ എഴുതുക. ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം മാത്രം ലോസ് എഴുതുക, അതിനുശേഷം ഡയഗ്രാം വരക്കുക. അപ്പൊ അവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണോ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓക്കെ ആണോ?
അപ്പൊ നമുക്ക് റിഫ്ലക്ഷൻ എന്താന്ന് മനസ്സിലായി, ലോസ് ഓഫ് റിഫ്ലക്ഷൻ മനസ്സിലായി. അപ്പോ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് എപ്പോഴും പോളിഷ്ഡ് സർഫസ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. പോളിഷ്ഡ് സർഫസിന് നല്ലൊരു എക്സാമ്പിൾ പ്ലെയിൻ മിറർ ആണ്. അപ്പോ വാട്ട് ഈസ് പ്ലെയിൻ മിറർ? എനി ഫ്ലാറ്റ് ആൻഡ് പോളിഷ്ഡ് സർഫസ് ദാറ്റ് റിഫ്ലെക്ട്സ് മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ദാറ്റ് ഫാളിംഗ് ഓൺ ഇറ്റ്. അതായത് നല്ല ഫ്ലാറ്റ് ആയിട്ട്, അതായത് ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് നല്ല പോളിഷ്ഡ് ആയിട്ട് ഉള്ള ഒരു സർഫസ്, അതിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫുൾ അല്ലെങ്കിൽ കൂടി ഓൾമോസ്റ്റ് ഓൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർഫസിനെ നമുക്ക് എന്ത് പറയാം? പ്ലെയിൻ മിറർ. ഓക്കെ, പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യനിലോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യനിലെ കാണാറുള്ളൂ. പ്ലെയിൻ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും 5 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്കിന്റെ സെക്ഷനിൽ എപ്പോഴും മിററും ലെൻസ് ഒക്കെയാണ് വരിക, അല്ലെങ്കിൽ പ്രോബ്ലംസ്. പ്ലെയിൻ മിറർ ഒരിക്കലും ആ സെക്ഷനിൽ കയറി വരാറില്ല. പ്ലെയിൻ മിറർ ഒന്നുകിൽ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ അത്രേ വരാറുള്ളൂ. അപ്പോ പ്ലെയിൻ മിറേഴ്സ് ഇമേജ് ഫോം ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോ ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? നമ്മളെ ദിവസത്തിൽ നമ്മളുടെ നല്ലൊരു ഭാഗം സമയം, പ്രത്യേകിച്ച് ഗേൾസ് അല്ലെ, ഈ മിററിന്റെ മുമ്പിലൊക്കെ സ്പെൻഡ് ചെയ്യാറില്ലേ? അപ്പൊ നമ്മുടെ ഇമേജ് എങ്ങനെയാ? നമ്മളുടെ ശരിക്കുള്ള റൈറ്റ് സൈഡ് ആയിരിക്കും മിററിൽ, റൈറ്റും ലെഫ്റ്റും തിരിയും. അതൊക്കെ അല്ലേ? അപ്പൊ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെന്താ? വിർച്വൽ ആണ് അല്ലെ, ഇമാജിനറി ആണ് അല്ലെ? പിന്നെ നമ്മള് മിററിന്റെ മുമ്പിൽ, പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടില്, നമ്മളെന്നല്ല ഏത് ഒബ്ജക്റ്റും പ്ലെയിൻ മിററിന്റെ മുമ്പിൽ വെക്കുമ്പോ ആ ഒബ്ജക്റ്റും മിററും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ആണോ അത്രയും ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ഇമേജും ഒബ്ജക്റ്റും ഇരിക്കുന്നത് അല്ലെ? അതായത് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ ബി ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ മിറർ അല്ലെ? മിററിൽ നിന്ന് ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അത്രയും ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷനും കാണുക. അതുപോലെ തന്നെ മിററിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ തടി കൂടിയോ കുറഞ്ഞോ ഒക്കെ ഇരിക്കുവോ, അതോ നമ്മൾ ശരിക്കും എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കുവോ? അതുപോലെ തന്നെ ഇരിക്കും അല്ലെ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയുണ്ടോ പ്രത്യേകതരം മിറർ നിൽക്കുമ്പോൾ സ്ലിം ആയിട്ട് തോന്നുമോ അല്ലെങ്കിൽ തടി കൂടിയിരിക്കും? ഉണ്ടോ? പെർഫെക്റ്റ് മിറർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റിന് സെയിം സൈസ് ആയിരിക്കും. ഈ പ്ലെയിൻ മിററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോഴേ നമ്മൾ മിററിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ ലാറ്ററൽ ഇൻവേർഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടും അല്ലെ? റൈറ്റും ലെഫ്റ്റും തിരിയുന്നതും ഒബ്ജക്റ്റ് അല്ലെ, നമ്മൾ നിൽക്കുന്ന ആ സെയിം ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും നമുക്ക് ഇമേജ് കാണുന്നത്, സെയിം സൈസ്. ഇതൊക്കെ തന്നെയാണ് പ്ലെയിൻ മിററിന്റെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എപ്പോഴും നമ്മളൊരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതോ നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്യെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലെ? ഇത്രയും പോയിന്റ്സ് ആണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ ബി ഇക്വിഡിസ്റ്റൻസ്, പിന്നെ സെയിം സൈസ് ആയിരിക്കും, അതുപോലെ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. പിന്നെ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ നമ്മൾ തല കീഴായിട്ടാണോ കാണുന്നത്? നേരെ നിൽക്കുമ്പോൾ നേരെ തന്നെയാണ് കാണുന്നത് അല്ലെ? അപ്പൊ അതായത് ഇമേജ് വിൽ ബി, അതിനൊരു ടേം പറയും. എന്താ ടേം? ഇറക്റ്റ് അല്ലെ? വെരി ഗുഡ് വർഷ, വെരി ഗുഡ്. അപ്പൊ ഇമേജ് നമ്മൾ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ വെക്കുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ഒബ്ജക്റ്റിന്റെ പോലെ തന്നെ ഇമേജും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? പ്ലെയിൻ മിററിന്റെ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. അപ്പൊ പ്ലെയിൻ മിററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. ഓക്കെ ആണോ? ഇനി റിഫ്രാക്ഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഡയഗ്രാം, എക്സാമിന് വരക്കണ്ട, നമുക്ക് ജസ്റ്റ് കാര്യം മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കമ്പൈൻ ചെയ്ത് ചോദിക്കുന്നത് കുറവാണ്. പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാൽ അപൂർവമായിട്ട് കാണാം റിഫ്ലക്ഷന്റെ ഡെഫിനേഷനും റിഫ്രാക്ഷന്റെ ഡെഫിനേഷനും കൂടെ ഒക്കെ ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ എന്താണെന്നും റിഫ്രാക്ഷൻ എന്താണെന്നും കൂടി പറഞ്ഞിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡയഗ്രാം വരക്കാം. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും ഇല്ല, അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, എന്നാലും വന്നാൽ ചെയ്യണമല്ലോ, അപ്പൊ ഒന്ന് അറിഞ്ഞു വെക്കാം. അതായത് ജസ്റ്റ് ഒരു സർഫസ്, അതില് ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നു, ആ പോയിന്റിൽ നമ്മൾ നോർമൽ വരക്കുന്നു, ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നു. റിഫ്ലക്ഷന്റെ കേസ് ഓക്കെ അല്ലേ? സപ്പോസ് ഈ മീഡിയം എയർ ആണെന്ന് കരുതുക. ഓക്കെ,
ഇവിടെ താഴെയുള്ള മീഡിയം വാട്ടർ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ എയറിൽ നിന്ന് വാട്ടറിലോട്ട് അനദർ മീഡിയത്തിലോട്ടല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോ ഇവിടെ എത്തുമ്പോ എന്തായിരിക്കും നടക്കുക? ഈ പെർട്ടിക്കുലർ പോയിന്റില് എനിക്ക് ആ ഒരു ടേം ആണ് കിട്ടേണ്ടത്. അതായത് ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നു. ഓക്കെ, ഈ എയറിൽ നിന്ന് വാട്ടറിലോട്ട് ലൈറ്റ്, യെസ്, ഇറ്റ് റിഫ്രാക്ട്സ് അല്ലെ. when light travels from one medium to another medium, second മീഡിയത്തിൽ എത്തുമ്പോ എന്ത് ചെയ്യും? അതൊന്ന് ബെൻഡ് ചെയ്യും അല്ലെ, അതിന്റെ ഡിറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. അതാണ് എന്ത്? റിഫ്രാക്ഷൻ. ഇവിടെ എത്തുമ്പോ ഈ റിഫ്രാക്ട് ചെയ്യുന്നതില് ചേഞ്ച് വരും. അതായത് ഈ പാത്ത് ഇങ്ങനെ സ്ട്രേറ്റ് പോകുന്നതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ, അതായത് കറക്റ്റ് പാത്ത് ഇങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ഡീവിയേഷൻ വരും അല്ലെ. ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാത്തിന്റെ ഡിറക്ഷന് ഏത് പാത്തിൽ കൂടിയാണോ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ചെറിയൊരു ചേഞ്ച് വരും, ബെൻഡിങ് വരും. അതാണ് എന്ത്? റിഫ്രാക്ഷൻ. ഓക്കെ ആണോ? റിഫ്രാക്ഷനെ കുറിച്ച് നമുക്ക് ഈ ലെസന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബൈ ചാൻസ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കൂടി ഒരുമിച്ച് ചോദിച്ചാൽ റിഫ്ലക്ഷന്റെ ഡെഫിനിഷൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. ആ പ്രൊപ്പഗേഷന്റെ ഡിറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. ആ ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിട്ട് ഇത് എയർ, ഇത് വാട്ടർ, അങ്ങനെ ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം എന്നും പറഞ്ഞ് കാണിക്കുക. ഇത് റിഫ്ലക്ഷൻ, ഇവിടെ നടക്കുന്നത് റിഫ്രാക്ഷൻ. രണ്ടിന്റെ ഡെഫിനിഷൻ പറഞ്ഞ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു ഡയഗ്രാം കാണിക്കുക. അതായത് നമുക്ക് കൺസെപ്റ്റ് അറിയാം എന്ന് കറക്റ്റ് ചെയ്യുന്ന ആളെ മനസ്സിലാക്കി കൊടുക്കാനാണ് അത്. ഓക്കെ, ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഡയഗ്രാം. സെപ്പറേറ്റ് വരച്ചാലും തെറ്റില്ല. റിഫ്ലക്ഷന്റെ ഒരു ഡയഗ്രാം വേറെ വരക്കുക, റിഫ്രാക്ഷൻ വേറെ. നമ്മൾ ഗ്ലാസ് ലാബിന്റെ റിഫ്രാക്ഷൻ ഒക്കെ വരക്കില്ലേ, അങ്ങനെ സെപ്പറേറ്റും വരക്കാം. പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് വരക്കുമ്പോൾ നമുക്ക് കാര്യം അറിയാന്നുള്ളത് എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനിലോ 3 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിലാണ് ഇത് വരക്കാൻ പറയാം. 5 മാർക്കിൽ ഇത് വരില്ല കമ്പൈൻ ചെയ്ത്. ബൈ ചാൻസ് വന്നാൽ സെപ്പറേറ്റ് ഡയഗ്രാം വരച്ചു. ഓക്കെ ആണോ? ഇനി സ്ഫെറിക്കൽ മിറേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് സ്ഫെറിക്കൽ മിറർ. എന്താ? കേർവ്ഡ് മിറേഴ്സ് അല്ലെ. കേർവ്ഡ് മിറേഴ്സിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് പറയാ. അവരുടെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഒരു മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ആണെങ്കിലാണ് കേർവ്ഡ് മിറർ എന്ന് പറയുന്നത്. ഇനി ആ കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഒരു സ്ഫിയറിന്റെ പാർട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു കേർവ്ഡ് മിററിന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന പോർഷൻ ഒരു സ്ഫിയറിന്റെ പോർഷൻ പോലെ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ we can call it spherical mirror അല്ലെ. സ്ഫെറിക്കൽ മിററിന്റെ സ്പെഷ്യാലിറ്റി ഇത്രയേ ഉള്ളൂ. റിഫ്ലക്റ്റിംഗ് സർഫസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. 2 ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. എപ്പോഴും ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷെ എക്സാമിന് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴില്ലേ ഒരിക്കലും കോൺകേവ് കോൺവെക്സ് അങ്ങനെ എഴുതി വെക്കരുത്. കാരണം നിങ്ങളുടെ മനസ്സിൽ ആൻസർ ഉണ്ടാവും, പക്ഷെ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവില്ല. കാരണം കോൺകേവ് മിററും ഉണ്ട്, ലെൻസും ഉണ്ട്. കോൺവെക്സ് മിററും ഉണ്ട്, കോൺവെക്സ് ലെൻസും ഉണ്ട്. നമ്മൾ കോൺകേവ് മിററിനായിരിക്കും ഉദ്ദേശിച്ച് കോൺകേവ് എന്ന് എഴുതുന്നത്. ഓക്കെ, ആൻസർ ഷീറ്റിൽ എഴുതുമ്പോ മിറർ ആണെങ്കിൽ മിററിന് തന്നെ സ്പെസിഫൈ ചെയ്യാം, ലെൻസ് ആണെങ്കിൽ ലെൻസ് എന്ന് തന്നെ സ്പെസിഫൈ ചെയ്യാം. കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് മിറർ, അതുപോലെ കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ. നിങ്ങൾ ആൻസറിൽ കോൺകേവ്ന്നോ കോൺവെക്സ്ന്നോ എഴുതി മാത്രം നിർത്തരുത്. ചിലപ്പോ അവിടെ ഫുൾ മാർക്ക് കിട്ടിയെന്ന് വരില്ല. ലെൻസ് ആണോ മിറർ ആണോ എന്ന് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. നമുക്ക് മാർക്ക് പോകുന്ന ഏരിയയൊക്കെയാണ് അത്. അതായത് നമ്മളെല്ലാ ആൻസറും പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, മിറർ ആണോ ലെൻസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യില്ല. അവിടെ അയാൾക്ക് കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ഹാഫ് മാർക്ക് കുറക്കാം. ഓക്കെ, അപ്പൊ അത് വേണ്ട. ഓക്കെ ആണോ? അപ്പൊ 2 ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ചോദിച്ചാൽ കോൺകേവ് മിറേഴ്സ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി ആണ്. നമുക്ക് ഇമേജ് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഇമേജ് കാണുന്നുണ്ടോ?
നിങ്ങൾക്ക് ഈ ഇമേജ് കാണുന്നുണ്ടോ ഇപ്പൊ കോൺവെക്സിന്റെയും കോൺകേവിന്റെയും? ഓക്കെ, അപ്പൊ കോൺകേവ് ആ പേരിൽ തന്നെ ഉണ്ട്. കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുഹ. നമ്മള് ഗുഹയുടെ ഉള്ളിലേക്കാണ് പോവുക, കേവിന്റെ ഉള്ളിലോട്ടാണ് പോവുക അല്ലെ? ഇപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലാണ്. ഓക്കെ ആണോ? ഈ ഒരു മിറർ നോക്കിയേ, ഫസ്റ്റ് വൺ കോൺകേവ്. അതിന്റെ പുറത്തുള്ളത് ഒരു സിൽവർ കോട്ടിംഗ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. അകത്തതാണ് എന്ത്? റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പൊ കോൺകേവിന് ഉള്ളിലായിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ്. അത് ഓർത്തു വെക്കാൻ വേണമെങ്കിൽ കോൺകേവ്, കേവ് എന്ന് പറയുമ്പോ ഗുഹ, ഗുഹയുടെ ഉള്ളിലോട്ടല്ല നമ്മൾ പോവുക. സോ കേവ്, കോൺകേവ്, ഇന്നർ സൈഡ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുക. അപ്പോ കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. കോൺവെക്സ് ആണെങ്കിൽ നോക്കിയേ, ആ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലാണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് വരുന്നത് പുറത്താണ്. ഓക്കെ ആണോ? കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഇമേജ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തോളൂ. ഓക്കെ, ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറർ എന്ന് എഴുതുക, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ വരയ്ക്കുക, റിഫ്ലക്റ്റിംഗ് സർഫസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുറത്ത് സിൽവർ കോട്ടിംഗ് കൊടുത്തതും ജസ്റ്റ് സിൽവർ കോട്ടിംഗ് പ്രൊട്ടക്റ്റിംഗ് ബൈ പെയിന്റ് എന്നൊന്നും വേണ്ട, ജസ്റ്റ് സിൽവർ കോട്ടിംഗ് മാത്രം മതി. ഓക്കെ, ഈ രണ്ട് ഇമേജ് ഒന്ന് വരച്ചെടുത്തോളൂ. എക്സാമിന് സ്ഫെറിക്കൽ മിറേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ ഡയഗ്രാം ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഡയഗ്രാം വരക്കണം. ഓക്കെ, ഓക്കെ ആണോ? നിങ്ങൾക്ക് ആ ഇമേജ് ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഇമേജ് ഫോർമേഷൻ, അതായത് നമുക്ക് ആദ്യം കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ഇങ്ങനെ ഇമേജ് ഫോർമേഷൻ ഒക്കെ വരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് റൂൾസ് ഉണ്ട്. കുറച്ച് റൂൾസ് എന്ന് പറഞ്ഞാൽ ആകെ 3 റൂളുള്ളൂ. ഈ 3 റൂൾസ് അറിഞ്ഞിരുന്നാൽ ആർക്കും ഫിസിക്സോ പഠിക്കാത്ത അല്ലെങ്കിൽ ലൈറ്റിനെ കുറിച്ച് അറിയാത്ത ഏതൊരാൾക്ക് പോലും വരയ്ക്കാൻ പറ്റും ഈ 3 റൂൾസ് ഉണ്ടെങ്കിൽ. പല കുട്ടികളും ഇമേജ് ഫോർമേഷൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ബൈ ഹാർട്ട് അടിക്കുന്നതുകൊണ്ടാണ്. അതായത് ഇങ്ങനെ പഠിച്ചു, ഒബ്ജക്റ്റിന്റെ പൊസിഷനിലാണെങ്കിൽ ഇമേജിന്റെ പൊസിഷനിൽ അങ്ങനെ പഠിച്ചു. അപ്പോ ഒരു മിററിന് തന്നെ 6 പൊസിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എക്സാം ഹോളിൽ എത്തുമ്പോൾ തെറ്റിപ്പോവും, നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും അല്ലെ? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് അവിടെ, ഒബ്ജക്റ്റ് പോളിലാണെങ്കിൽ ഇമേജ് ഇവിടെ. നമ്മളിങ്ങനെ 6 പൊസിഷൻസും പഠിച്ചു വെച്ച് പോയിട്ട് എക്സാം ഹോളിൽ ഏതെങ്കിലും ഒന്ന് കൺഫ്യൂസ്ഡ് ആയാൽ മതി. അതുപോലെ വരക്കുമ്പോ ശരിയാവണമെന്നില്ല. കുട്ടികൾ ഇത് ബൈ ഹാർട്ട് അടിക്കേ വേണ്ട. വരക്കാൻ 3 റൂൾസ് ഉണ്ട്. ഈ റൂൾസ് അറിഞ്ഞിരുന്നാൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ക്വസ്റ്റ്യനിൽ തരും. അത് വെച്ച് നമുക്കറിയാവുന്ന റൂൾസും വെച്ച് വരച്ചാൽ ഈസി ആയിട്ട് ഇമേജ് കിട്ടും. പിന്നെ വരക്കുമ്പോ സാധാരണ നമ്മൾ ലെക്ചർ നോട്ടിലൊക്കെ വരക്കുമ്പോ എങ്ങനെയാ, കറക്റ്റ് മെഷർമെന്റ് ഒന്നും എടുക്കില്ല അല്ലെ? ഏകദേശം വെച്ച് അങ്ങ് വരക്കും. എക്സാം ഹോളിൽ അത് ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് പെൻസിലും സ്കെയിലും വെച്ചിട്ട്, അതായത് നമുക്കറിയാലോ റേഡിയസും ഫോക്കൽ ലെങ്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ റേഡിയസിന്റെ ഹാഫ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ എക്സാം ഹോളിൽ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് വരക്കുന്നതെങ്കിൽ സ്കെയിലിൽ കറക്റ്റ് ആയിട്ട് 1.5 മെഷർ ചെയ്ത് തന്നെ വരക്കുക. നമ്മൾ വിചാരിക്കും ഏതാണ്ട് ഒരു ഏകദേശം എടുക്കും നമ്മള് അല്ലെ? എന്നിട്ട് നേരെ ഹാഫ് പോർഷൻ നോക്കി നമ്മൾ ഫോക്കൽ ലെങ്ത് മാർക്ക് ചെയ്യും. അങ്ങനെ വരക്കുമ്പോ കുട്ടികളെ ചിലപ്പോൾ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഇമേജ് ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പോ എനിക്കിപ്പോ ബോർഡിൽ വരക്കുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോട്ടിൽ വരക്കുമ്പോ സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് തന്നെ വരക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ 3 റൂൾസ് പഠിച്ചാലോ? ഇമേജ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും അത്. കാണുന്നുണ്ടോ? ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? റൂൾ 1 എല്ലാവർക്കും കാണുന്നുണ്ടോ? No, miss.
യെസ് ഓർ നോ? എനിക്ക് ക്ലിയർ ആയില്ല. കാണുന്നില്ല? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? കാണുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. സ്ക്രീൻ ഷെയർ വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പൊ റെഡി ആവും. ഇപ്പൊ ഓക്കെ ആണോ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സസ്. അത് എഴുതി വെച്ചോളൂ കേട്ടോ, ലെക്ചർ നോട്ടിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, നിങ്ങളിൽ ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർഡ് ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് മനസ്സിൽ ക്ലിയർ ആക്കി വെക്കുക. റൂൾ 1, റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സസ് വിൽ പാസ് ത്രൂ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂള്. അതായത് ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ, നോക്കിയാ ഫസ്റ്റ് ഇമേജ് ഒന്ന് നോക്കിയേ, കോൺകേവ് മിററിന്റെ കണ്ടോ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേ വരുന്നു, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി കോൺവെക്സ് മിററിൽ നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നു, ഫോക്കസിലൂടെ പാസ് ചെയ്യില്ല, പക്ഷെ അത് ഡൈവേർജ് ചെയ്ത് പോകുന്നത് ഫോക്കസിന്റെ അതേ ഡിറക്ഷനിലായിരിക്കും. ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് അത് അപ്പിയർ ചെയ്യുക. ഓക്കെ, അപ്പോ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണെങ്കിൽ, ഇത് ഈ ലെസണിൽ മുഴുവൻ നമുക്ക് ആവശ്യമാണ് കേട്ടോ. കോൺകേവ് മിററിന്റെ ആയാലും കോൺവെക്സ് മിററിന്റെ ആയാലും, കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും, എല്ലാ ലെൻസിന്റെയും മിററിന്റെ ഒക്കെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുമ്പോൾ ഈ റൂൾ അറിഞ്ഞിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ്. ഈ 3 റൂൾസ് നമുക്ക് ഈ ലെസണിൽ മുഴുവൻ ആവശ്യമാണ്. സോ ഓർത്തു വെക്കുക, ലൈറ്റ് വരുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് പാസ് ചെയ്ത് പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. അത് റിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നത് എന്തിൽ കൂടി ആയിരിക്കും? ഫോക്കസിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ റൂൾ 2 തിരിച്ച്, അതായത് ലൈറ്റ് റേ വരുന്നത് ഫോക്കസിലൂടെ ആണെങ്കിൽ അത് പാസ് ചെയ്ത് പോകുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ. അതിന്റെ ഇമേജ് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഓക്കെ ആണോ? ഇമേജ് കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സ് നോക്കട്ടെ. ഇല്ല, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റൂൾ 2 നോക്കിയേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റൂളിന്റെ നേരെ തിരിച്ചു. ആദ്യത്തെ റൂൾ അറിഞ്ഞിരുന്നാൽ മതി, സെക്കൻഡ് റൂൾ തിരിച്ചു പറയാം. അതായത് നിങ്ങൾ കോൺകേവ് മിററിന്റെ അവിടെയുള്ള ഇമേജ് നോക്കി ഈ റൂളും എഴുതിയിടുക,
ഈ രണ്ട് ഡയഗ്രാംസും വരക്കുക. ഓക്കെ, അപ്പൊ എക്സാമിന് റൂൾസ് ചോദിക്കുമ്പോ അതായത് ഇമേജ് ഒരു കോൺകേവ് മിററിന്റെ ആയിക്കോട്ടെ കോൺവെക്സ് മിററിന്റെ ആയിക്കോട്ടെ ഇമേജ് ഫോർമേഷന്റെ റൂൾസ് ഇമേജ് ഡ്രോ ചെയ്യുമ്പോൾ വരക്കേണ്ട നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ചോദിക്കുമ്പോൾ ഈ 3 റൂൾസും പറയാ. ഓരോ റൂളിന്റെ ഒപ്പം ഓരോ സ്റ്റെപ്പിന്റെ ഒപ്പം ഈ രണ്ട് ഡയഗ്രാംസും കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും വരക്കുക. അറ്റ്ലീസ്റ്റ് ഒരു മിററിന്റെ എങ്കിലും കാണിക്കുക. 2 മിററും കാണിക്കുമ്പോഴാണ് അവിടെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും 2 മിററും കാണിക്കണം. ആപ്റ്റ് ആവുന്നത് അപ്പോഴാണ്. ഇനി അറ്റ്ലീസ്റ്റ് പറ്റുന്നില്ല, അതായത് കോൺവെക്സ് മിറർ വരക്കുമ്പോൾ പല കുട്ടികൾക്കും ചില ടൈമിൽ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അങ്ങനെ കോൺവെക്സ് മിറർ വരച്ചാൽ തെറ്റിപ്പോകുന്ന കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് കോൺകേവ് മിറർ വരക്കുക. കോൺകേവ് മിറർ ആകുമ്പോൾ തെറ്റില്ല അല്ലെ, കാരണം അവിടെ ഡൈവേർജിങ് വരുന്നില്ലല്ലോ. കൺവെർജിങ് മിറർ വരക്കാൻ എളുപ്പമാണ്. കോൺകേവ് മിറർ വരക്കുമ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് തെറ്റാൻ വഴിയില്ല. കോൺവെക്സ് വരച്ചാൽ തെറ്റിപ്പോകും എന്നുള്ളവര് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കോൺകേവ് മിറർ മാത്രം ആൻസർ ഷീറ്റിൽ വരക്കുക. കഴിയുന്നതും രണ്ടും വരക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൂൾ എന്താ പറയുന്നത്? ആ ഡയഗ്രാം നോക്കിയ കോൺകേവ് മിററിന്റെ ഫോക്കസിലൂടെ ലൈറ്റ് റേ വരുന്നു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നു. അതുപോലെ ഫോക്കസിന്റെ സെക്കൻഡ് കേസ് കോൺവെക്സ് മിററിന്റെ കേസ്, ഫോക്കസിന്റെ ഡിറക്ഷനിലാണ് ലൈറ്റ് റേ വരുന്നത്. അപ്പൊ അത് എമർജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അത് റിഫ്ലക്ട് ചെയ്തതിന് ശേഷം പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. ഫോക്കസിന്റെ ഡിറക്ഷനിൽ കോൺവെക്സ് മിറർ കേട്ടോ, കോൺകേവ് മിറർ തെറ്റാൻ വഴിയില്ല. കോൺവെക്സ് മിററും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഫോക്കസിന്റെ അതേ ഡിറക്ഷനിലാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് റൂൾ ക്ലിയർ ആണോ? ക്യാമറ ഓപ്പൺ ചെയ്തോളൂ കേട്ടോ എല്ലാവരും. ജസ്റ്റ് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളുടെ ആൻസർ എപ്പോഴും കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ സെക്കൻഡ് റൂള്? നമുക്ക് തേർഡ് റൂള് നോക്കാം. കാണുന്നുണ്ടോ? യെസ്. അപ്പൊ തേർഡ് റൂൾ ഒന്ന് നോക്കിയേ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റൂൾ, കാരണം ഒന്നുമില്ല. മറ്റേതും പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലൽ ആയിട്ടാണ് സോറി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫോക്കസിൽ കൂടിയാണ് പോണതെന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഫോക്കസിലൂടെയാണ് വരുന്നതെങ്കിൽ ആക്സിസിന് പാരലൽ ആണെന്ന് ഓർക്കണം. പക്ഷേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ സിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്നും ഓർക്കാനില്ല, വരുന്ന വഴിയേ തന്നെ അത് പോകും. കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. കോൺകേവ് മിറർ ആണെങ്കിൽ നോക്കിയാൽ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇനി കോൺവെക്സ് ആണെങ്കിലും ഇൻസിഡന്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. അപ്പൊ മിററിന്റെ ഉള്ളിലോട്ട്, അതായത് സെന്റർ ഓഫ് കർവേച്ചറിലോട്ട് ഔട്ട്വേർഡ് സർഫസിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചാൽ മതി. ഇത്രേ ഉള്ളൂ കോൺകേവ് മിററിന്റെ കോൺവെക്സ് മിററിന്റെയും ഇമേജ് ഫോർമേഷനിലെ തേർഡ് റൂൾ. അതായത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയാണ് ഇൻസിഡന്റ് റേ വരുന്നതെങ്കിൽ അതേ പാത്തിൽ കൂടെ തന്നെയായിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. 3 റൂൾസും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ 3 റൂൾസ് അറിയാം. ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? കോൺകേവ് മിററിന്റെ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കാറ്. കോൺകേവ് മിററിന്റെ ആണ് കൂടുതലായിട്ടും. അപ്പൊ കോൺകേവ് മിറർ വരക്കുക. തന്നിരിക്കുന്ന അതിനുശേഷം നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ പഠിക്കാം. അതായത് പോൾ, ഫോക്കസ്. ഈ ഒരു ഇമേജിൽ തന്നെ നോക്കിക്കോളൂ. നിങ്ങള് പി എന്ന് മാർക്ക് ചെയ്ത പോയിന്റ് കാണുന്നുണ്ടോ? കണ്ടോ? അതാണ് പോൾ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെറിക്കൽ മിററിന്റെ മിഡ് പോയിന്റ്. നമ്മൾ സ്പെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലേ കൺസിഡർ ചെയ്യുന്നത്? അതിന്റെ മിഡ് പോയിന്റ് ആണ് പോൾ. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് ഡിഫൈൻ പോൾ. അല്ലെങ്കിൽ ചിലപ്പോ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ 2 ടേംസ് ചോദിക്കും. ഡിഫൈൻ പോൾ, ഡിഫൈൻ സെന്റർ ഓഫ് കർവേച്ചർ. രണ്ടിനും ഹാഫ് മാർക്ക് ആയിരിക്കും. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 ടേംസ് തന്നിട്ട് ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ ഹാഫ് മാർക്ക് ആയിരിക്കും. അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു 4 ടേംസ് ഒക്കെ തരും. പോൾ, സെന്റർ ഓഫ് കർവേച്ചർ,
പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ആക്സിസ് എന്നൊക്കെ പറഞ്ഞൊരു 4 ടേംസ് തരും. 4ഉം ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പൊ ഓരോന്നിന്റെ ഡെഫിനിഷനും ഹാഫ് മാർക്ക് ആയിരിക്കും. ടോട്ടൽ 2 മാർക്സ്. അങ്ങനെ 2 മാർക്ക് സെക്ഷനിൽ ഒരു 4 ഡെഫിനിഷൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും മിററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. വെറുതെ ഡെഫിനിഷൻ എഴുതി വെക്കുന്നതിന് പകരം ഡയഗ്രാം വരച്ചിട്ട് എല്ലാം മാർക്ക് ചെയ്ത് കാണിക്കുക. ഓരോന്നിനും ഓരോ ഡയഗ്രാം വെച്ച് വരക്കണ്ട. അതായത് പോളിന് ഒരു ഡയഗ്രാം, ഫോക്കസിന് ഒരു ഡയഗ്രാം, അങ്ങനെ വേണ്ട. ഒരൊറ്റ മിറർ വരച്ചിട്ട് അതിൽ തന്നെ പോളും ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും അങ്ങനെ എല്ലാം വരച്ച് മാർക്ക് ചെയ്ത് കാണിക്കുക. ഓക്കെ, അതായിരിക്കും നല്ലത്. അപ്പൊ നോക്കിയേ, ഈ ഇമേജിൽ പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? അതാണ് പോൾ. അതായത് പോളിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് ദ സ്പെറിക്കൽ മിറർ. ഇത്രേ ഉള്ളൂ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെറിക്കൽ മിററിന്റെ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ്. ഓക്കെ ആണോ? ഇനി ഈ സ്പെറിക്കൽ മിററിന്റെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒരു സ്ഫിയറിന്റെ പോർഷൻ മാത്രമല്ലേ? അല്ല, ഒരു ഫുൾ സ്ഫിയർ ഇല്ലല്ലോ. ഒരു സ്ഫിയറിന്റെ പോർഷൻ മാത്രം, ചെറിയൊരു ഭാഗം മാത്രമല്ലേ? ഇനി ഇതൊരു ഫുൾ സ്ഫിയർ ആയിരുന്നെങ്കിൽ, ഓക്കെ, ഈ കോൺകേവ് മിററിന്റെ ഇമേജ് ഒന്ന് നോക്കിയേ. ഇതൊരു ഫുൾ സ്ഫിയർ ആയിരുന്നെങ്കിൽ സി എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ആയിരിക്കില്ലേ? അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെറിക്കൽ മിറർ, if it was a full sphere, ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മിറർ ഒരു ഫുൾ സ്ഫിയർ ആണെങ്കിൽ അതിന്റെ സെന്റർ ഏതാണോ അതിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞത്. Our spherical mirror is a portion of whole sphere. If it were a portion of a whole sphere, the center of that sphere is known as center of curvature. മനസ്സിലായോ? ആ ചെറിയ പോർഷൻ ഒരു വലിയ സ്ഫിയറിന്റെ പോർഷൻ ആയിരുന്നെങ്കിൽ അവിടെ നമ്മളൊന്ന് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്പെറിക്കൽ മിററിൽ കൂടി വലിയൊരു ഫുൾ സ്ഫിയർ വരച്ചു കഴിഞ്ഞാൽ അതിനൊരു സെന്റർ ഉണ്ടാവുമല്ലോ. That center is known as center of curvature. ഇനി നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി മാർക്ക് ചെയ്യണം. അതായത് ഈ പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ജസ്റ്റ് ഒരു ഫ്ലവർ ബ്രാക്കറ്റ് പോലെ, അതായത് ഇത് പോൾ, ഇത് സെന്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കാണിക്കാം. This is known as radius of curvature. Radius of curvature ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അതായത് the distance between pole and center of curvature is known as radius of curvature. ശരിക്കും ഇതൊരു ഫുൾ സ്ഫിയർ ആയിരുന്നെങ്കിൽ ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉള്ള പോലെ തന്നെ ഇതിനൊരു റേഡിയസ് ഉണ്ടാവുമല്ലോ. ആ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഈ 2 പോയിന്റ്സും പറയാം. അതായത് the distance between the pole and center of curvature is known as radius of curvature. And നമ്മൾ കൺസിഡർ ചെയ്യുന്ന മിറർ, if it were a whole sphere, the radius of that sphere is known as radius of curvature. Okay, അപ്പൊ നമുക്ക് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഇങ്ങനെ മാർക്ക് ചെയ്തും കാണിക്കുക. ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ടോ? എഫ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് കണ്ടോ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ? എഫ് കാണുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഈ എഫ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ബോർഡിൽ ഞാനിപ്പോ വരച്ച വിസിബിൾ ആണോ? ഓക്കെ, അപ്പോ ഈ പ്രിൻസിപ്പൽ ഫോക്കസ്, അതായത് ഒരുപാട് ലൈറ്റ് റേസ് വന്ന് തട്ടിയാൽ, ഞാനിപ്പോ ആദ്യം പറയുന്ന കോൺകേവ് മിററിന്റെ കേസ് ആണ് കേട്ടോ. അതായത് ഒരുപാട് ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്നുണ്ടോ? ബോഡിയിലെ ഇമേജ് കാണുന്നുണ്ടോ? യെസ്. അപ്പൊ നമുക്കൊരു 2 ലൈറ്റ് റേസ് എടുക്കാം. ഇങ്ങനെ കോൺകേവ് മിററിലോട്ട് ഒരു 2 ലൈറ്റ് റേസ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് ഇവിടെ വന്ന സർഫസിൽ വന്ന് തട്ടിയതിനു ശേഷം ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടി പാസ് ചെയ്ത് പോകും. ഏത് ലൈറ്റ് റേയും കോൺകേവ് മിററിന്റെ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്തായിരിക്കും പോകുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റില് എല്ലാ ലൈറ്റ് റേസും വന്ന് കൺവെർജ് ചെയ്യും. കൺവെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്യും, വന്നു ചേരും എന്നുള്ളതാണ് കൺവെർജിന്റെ അർത്ഥം. ആ പെർട്ടിക്കുലർ പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് വി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്. അതുപോലെ ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾ അത് ഏത് ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് കൂടെ പറയാം. പോൾ എന്ന് പറയുമ്പോൾ വി ഡിനോട്ട് ഇറ്റ് ബൈ ദ ലെറ്റർ പി. അതുപോലെ സെന്റർ ഓഫ് കർവേച്ചർ പറയുമ്പോൾ വി ഡിനോട്ട് ഇറ്റ് ബൈ ദ ലെറ്റർ സി.
ഞാൻ ഏത് ലെറ്റർ ആണെന്നും കൂടെ പറയാ. കാരണം ഇമേജിൽ നമ്മൾ ഓരോ ഫുൾ നെയിം എഴുതുന്നില്ലല്ലോ, ഫോക്കസ്, പോൾ എന്ന് എഴുതുന്നില്ലല്ലോ, PF എന്നൊക്കെ അല്ലേ എഴുതുന്നേ. അപ്പോ ഈ ഓരോ ടേംസും എന്താന്ന് മെൻഷൻ ചെയ്യണ്ടേ? ഓക്കെ. അപ്പോ കോൺകേവ് മിററിന്റെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ലൈറ്റ് റേസും വന്ന് ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് എല്ലാ ലൈറ്റ് റേസും വന്ന് കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ കോൺകേവ് മിററിന്റെ ആ കൺവേർജിങ് പോയിന്റ് ആണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിലോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എല്ലാം ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നും. ഓക്കെ, ആ പോയിന്റ്, ആ ഡൈവേർജിങ് പോയിന്റ് ആണ് എന്ത്? ഫോക്കസ്. കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിൽ എല്ലാ ലൈറ്റ് റേസും ഡൈവേർജ് ചെയ്ത് പോകുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് തോന്നും. ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കൺവേർജിങ് പോയിന്റ് ആണ്. കോൺവെക്സിന്റെ കേസിലോ ഡൈവേർജിങ് പോയിന്റ് ആണ്. അപ്പൊ ഇതിൽ കൺവേർജിങ് മിറർ ആരാ? അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോൺകേവ്. ഗുഡ്. കോൺവെക്സിന്റെ ആണെങ്കിൽ ഡൈവേർജിങ്. അത് തെറ്റരുത്, എപ്പോഴും രണ്ടും കൂടെ പഠിക്കണ്ട, തെറ്റിപ്പോകും. ഒരെണ്ണം പഠിക്കാം. ഞാൻ എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ കോൺകേവ് ആണ്. ഞാൻ എല്ലാ കാര്യങ്ങളും കോൺകേവിന്റെ പഠിക്കും, എന്നിട്ട് കമ്പയർ ചെയ്ത് കോൺവെക്സ് പറയും. നിങ്ങളുടെ കംഫർട്ട് പോലെ ചെയ്യാം. എനിക്ക് തോന്നുന്നു കോൺകേവ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും അതിന്റെ രീതിക്ക് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. എന്നിട്ട് കമ്പയർ ചെയ്ത് പറയാം. കോൺകേവ് കൺവേർജിങ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ കോൺവെക്സ് ഡൈവേർജിങ് എന്നുള്ളത് അതർ കിട്ടും. ഇപ്പൊ 3 റൂൾസ് ഒക്കെയാണ്. ടേംസ് എല്ലാം കിട്ടിയോ? പോള് പറഞ്ഞു നമ്മള് സെന്റർ ഓഫ് കർവേച്ചർ. പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. അതുപോലെ തന്നെ ഈ പോളും എഫും, അതായത് പ്രിൻസിപ്പൽ ഫോക്കസും പിയും എഫും കണ്ടോ? ഈ ഒരു ഇമേജിൽ നിങ്ങൾ പിയും എഫും കണ്ടോ? ആ പിയും എഫും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഒരു പേര് പറയും. എന്താ? ഫോക്കൽ ലെങ്ത്. 1 സെക്കൻഡ്. ഓക്കെ, ഫോക്കൽ ലെങ്ത്. അപ്പൊ ഫോക്കൽ ലെങ്ത്തിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് പറയണം? The distance between the pole and principal focus of a mirror. നമ്മൾ നോർമലി ആൻസേഴ്സ് എഴുതുമ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എഴുതാറില്ല. നമ്മൾ ഫോക്കസ് എന്നുള്ള ടേം ഇടയ്ക്ക് യൂസ് ചെയ്യില്ല അല്ലെ? പ്രിൻസിപ്പൽ ഫോക്കസ് ഫുൾ എഴുതില്ല. മറ്റ് ആൻസേഴ്സ് എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ ഡെഫിനിഷൻ ഒക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ പോരാ, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് തന്നെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഡെഫിനിഷൻ എഴുതുമ്പോൾ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യണം. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അതായത് റേഡിയസും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണും. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്, ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിലാണ് കാണാറ്. പക്ഷെ ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ റയർ ആയിരിക്കും അല്ലെ? ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാലും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഒക്കെ അതിൽ എന്തുണ്ടാവും? റേഡിയസും ഫോക്കൽ ലെങ്ത്തിന്റെ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ടാവും. വെരി ഗുഡ്. R is equal to 2f അല്ലെങ്കിൽ f is equal to r/2. റേഡിയസ് ക്യാപിറ്റൽ R യൂസ് ചെയ്താൽ മതി. ഓക്കെ, റേഡിയസിന് ക്യാപിറ്റൽ R യൂസ് ചെയ്താൽ മതി. ഫോക്കൽ ലെങ്ത്തിന് സ്മോൾ f യൂസ് ചെയ്താൽ മതി. കാരണം എന്താ? ക്യാപിറ്റൽ F നമ്മൾ ഓൾറെഡി ഫോക്കസിന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫോക്കൽ ലെങ്ത്തിന് സ്മോൾ ലെറ്റർ f യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയസിന്റെ ഹാഫ് ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു ഇമേജ് വരയ്ക്കുമ്പോ കാണുന്നുണ്ടോ? വരയ്ക്കുന്നേ ഇതാ, നമ്മളിവിടെ പോൾ വരച്ചു, ഫോക്കസ് വരച്ചു, സെന്റർ ഓഫ് കർവേച്ചർ വരച്ചു. ഇത്രയുമാണ് റേഡിയസ് എങ്കിൽ ഇത്രയായിരിക്കും എന്ത്? ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണോ? റേഡിയസിന്റെ നേർപകുതി ഹാഫ് ആയിരിക്കും എന്ത്? ഫോക്കൽ ലെങ്ത്. എപ്പോഴും ഇമേജ് വരച്ച് കാണിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഴുതിയാൽ മതി. R is equal to 2f എന്ന് എഴുതുക. എന്നിട്ട് R എന്താണ് F എന്താന്നൊക്കെ മെൻഷൻ ചെയ്യണം. R റേഡിയസ് ഓഫ് കർവേച്ചർ, F പ്രിൻസിപ്പൽ ഫോക്കസ്, ഓരോ ടേംസ് മെൻഷൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ വെറുതെ നിങ്ങൾ R is equal to 2f എന്ന് എഴുതി വെച്ചാൽ ചിലപ്പോ അവർ നിങ്ങൾക്ക് ഹാഫ് മാർക്കേ തരുള്ളൂ. 1 മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? R എന്താണ്, F എന്താണെന്ന് ആ ടേം കൂടി എഴുതണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഇതുപോലെ ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്തും കൂടി കാണിക്കണം. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ?
അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതായത് റൂൾസ് അറിഞ്ഞിരിക്കണം. ഈ മൂന്ന്, അതായത് ടേംസ് അറിഞ്ഞിരിക്കണം, റൂൾസ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത്രയും പറഞ്ഞ ടേംസ് ആണ് കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും കോമൺ ആയിട്ടുള്ളത്. ഒരു ടേം കൂടി വരുന്നുണ്ട്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഡെഫിനിഷൻ എന്താ? The straight line passing through pole and center of curvature, അല്ലെ? പോളിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഈ ടേംസ് എല്ലാം അറിയാം, റൂൾസ് എല്ലാം അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇമേജ് ഫോർമേഷൻ ചെയ്യാം, അല്ലെ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഇത്രയും കാര്യങ്ങൾ, ലൈറ്റ് എനർജിയുടെ ഡെഫിനിഷൻ, റിഫ്ലക്ഷൻ എന്താണ്, റിഫ്രാക്ഷൻ എന്താണ്, ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഡയഗ്രാം, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പ്ലെയിൻ മിറർ, പ്ലെയിൻ മിററിന്റെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റൂൾസ്, അതായത് ഇമേജ് ഫോർമേഷൻ വരക്കുന്ന യൂസ് ചെയ്യുന്ന 3 റൂൾസ്, അതുപോലെ തന്നെ ഇത്രയും ടേംസ്. ഇതൊക്കെ ലൈറ്റിന്റെ ബേസിക്സ് ആണ്. ഈ ബേസിക്സിനൊക്കെ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ന് പഠിച്ച ഈ ബേസിക്സ് ഒക്കെ തറവ് ആക്കി വെക്കുക. നമുക്ക് ഈ റൂൾസും ടേംസും ഒക്കെ ആവശ്യമുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദ കോർ പോർഷൻ, അതായത് ഇമേജ് ഫോർമേഷൻ വരച്ചു പഠിക്കാം. അത് നല്ല രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ കേട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിരിക്കേണ്ട, ഇമേജ് ഫോർമേഷൻ നിങ്ങൾക്ക് എന്റെ ഒപ്പം ഇങ്ങനെ വരക്കാൻ പറ്റും. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ അസൈൻമെന്റ് ഉണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യും ദീപിക മാം. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നല്ല കുട്ടികളായിട്ട് ആ അസൈൻമെന്റും ചെയ്യുക. കഴിഞ്ഞ അസൈൻമെന്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്തില്ല, വളരെ കുറച്ച് പേരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പതാ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പല്ലേ യേതുശ്രീ, അല്ലെ? നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് യേതുശ്രീയുടെ അസൈൻമെന്റ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ കുറച്ചുപേര് നല്ല പോലെയൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തൊക്കെ അയച്ചിട്ടുണ്ട്. എല്ലാവരും അസൈൻമെന്റ് ചെയ്യുക കേട്ടോ. അസൈൻമെന്റ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രാക്ടീസിനാണ്. ചെയ്ത് ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് അതൊക്കെ ആൻസർ ചെയ്ത് പ്രാക്ടീസ് വേണം. എക്സാം ഹാളിലും ഇതേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ കഴിയുന്നതും നല്ല കുട്ടികളായിട്ട് എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും. ടൈമിന് തന്നെ വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? താങ്ക് യു, ഗുഡ് നൈറ്റ് മൈ ഡിയർ ചിൽഡ്രൻ. ഓക്കെ, പോവല്ലേ കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ഹലോ, കാലം കുറയില്ല എല്ലാവരും കണ്ടിട്ട്. എല്ലാരും ഒന്ന് വീഡിയോ തന്നെ ആ സുന്ദരമായ മുഖങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അസൈൻമെന്റ് ഒക്കെ എഴുതി ക്ഷീണിച്ചിരിക്കുകയാണോ എന്റെ മക്കള്? എവിടെ പോയി എല്ലാരും? ഗോപിക, വിശാൽ, ഗായത്രി, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങളുടെ ഒരു എനക്കഥയില്ലല്ലോ. വളരെ കുറച്ച് പേരാണ് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. അറിയാം മക്കളെ, അസൈൻമെന്റ് ഭയങ്കര ഹെക്ടിക് ആണ്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫുൾ മോഡൽ എക്സാംസ്, എങ്ങനെ അസൈൻമെന്റ്സ്, ഇതിന്റെ ബഹളാന്ന് അറിയാം. പക്ഷെ വാട്ട് വിൽ ഡു? അതിനെ കുറച്ച് സമയം ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം അതിനൊന്നൊരു ജസ്റ്റ് ഒരു ½ എടുത്താൽ മതി. ഒരു ½ എടുത്തിട്ട്, കാരണം അതിന്റെ ഒരു ഇമ്പാക്ട് വേറെ ആയിരിക്കും. നിങ്ങളുടെ എക്സാമിന് അതിന് ഡെഫിനറ്റ്ലി ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് നമ്മള്. അപ്പൊ അതിന് ഇഗ്നോർ ചെയ്യരുത്. റിക്വസ്റ്റ് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യരുത്. വളരെ കുറച്ച് പേരാണ് ഫിസിക്സ് ഇപ്പം അസൈൻമെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് Feb 15th മുതൽ നമ്മൾ ഓൺ ട്രാക്കിലായിരിക്കും. അപ്പൊ ഇതൊന്നും പോരാട്ടോ, ഈ ഒരു ലേസിനെസ് ഒന്നും പാടില്ല. എല്ലാവരും ഫുൾ പവർ ആയിരിക്കണം. ഓക്കെ, അമാന, ഷഹ്മ എവിടെ പോയി? അനാൻ, അമൻ, അസർ, വീഡിയോയിൽ തന്നെ ആരെയും കാണുന്നില്ലല്ലോ. ബെൻഷ, അമീഷ ഉണ്ടോ? അമീഷ ഉണ്ടോ? അമീഷ ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പോ യെസ് രാജലക്ഷ്മി തംസ് അപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും അസൈൻമെന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇന്ദിര എവിടെ? അമൃത, യേതുശ്രീ, ദിൽഷ, അരവിന്ദ്, ഉഷാറല്ലേ? യെസ്. അപ്പൊ അസൈൻമെന്റ് ഒക്കെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുക്കാട്ടോ. അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാം. കുറെ നാൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന് നിങ്ങളെ കിട്ടിയതല്ലേ. അപ്പൊ ഇങ്ങനെ താലോലിക്കുന്നുണ്ടാവും അല്ലേ? നടക്കട്ടെ. പക്ഷെ ഇത് ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ അതിനെ ആ ഒരു സ്പിരിറ്റ് തന്നെ. ഇനി അസൈൻമെന്റ് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, ഒരുപാട് എഴുതാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് പേഴ്സണലി ഇൻഫോം ചെയ്യാം, ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്രയും കിട്ടിയാൽ മതി. നിങ്ങളെ കൊണ്ട് ഇത്രയും വലിയ ഭാരിച്ച സാധനങ്ങളൊന്നും എടുപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പേഴ്സണലി അറിയിക്കാം, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് മാം, ആ സംഭവം ഞങ്ങൾ ഫുൾ അറിയാം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമാണ്. ഓക്കെ,
അപ്പൊ അങ്ങനെ വേറെ ഒന്നുമില്ല, നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, ഗുഡ് നൈറ്റ്.